പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 27-ാം തീയതിയാണ്, 40-ാം വെള്ളിയാണ്. ഒരുപാട് വ്യക്തികൾ ഇന്ന് പല സ്ഥലങ്ങളിലേക്ക് ത്യാഗമെടുത്ത് പരിത്യാഗ പ്രവൃത്തികളുമായി കുരിശൻ്റെ വഴിയൊക്കെ ചൊല്ലി പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ക്രിസ്തു സ്നേഹത്തെ പ്രതി ചെയ്യുക. എൻ്റെ ഈശോ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹബോധ്യത്തോടുകൂടി നാം പ്രവൃത്തികൾ ചെയ്യണം. അത് ഏത് പ്രവൃത്തി ചെയ്താലും അത് ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ കൂടുതൽ വിശുദ്ധിയിലേക്ക് എന്നെയും നിങ്ങളെയും അത് വളർത്തും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം, അതിൻ്റെ 1, 2, 3 വചനങ്ങൾ പഠിച്ചു. ഇന്ന് 4-ാമത്തെ വചനമാണ് പഠിക്കുന്നത്. ഇന്നലെ പഠിച്ചത്, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ താൻ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ വഞ്ചിക്കുന്നു. ഇന്ന് പഠിക്കുന്നത്, എന്നാൽ ഓരോ വ്യക്തിയും തൻ്റെ സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ. അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കില്ല. അപ്പോൾ നമ്മുടെ ചെയ്തികൾ നല്ലതാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ സാധിക്കുന്ന ഒരു വചനം ഈ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഇന്ന് 40-ാം വെള്ളിയിൽ നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു വചനമാണ്. For all must test their own work rather than their neighbor's work. For all must test their own work rather than their neighbor's work will become a cause for pride. അപ്പം നമ്മുടെ ചെയ്തികൾ വിലയിരുത്തി നല്ലതാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. നമ്മുടെ അയൽവക്കക്കാരുടെ ചെയ്തികൾ വിലയിരുത്താനല്ല, നമ്മുടെ ചെയ്തികൾ വിലയിരുത്തി അഭിമാനിക്കാൻ നമുക്ക് സാധിക്കട്ടെ. കണ്ണുകൾ അടച്ചാലോ? നമുക്ക് കണ്ണുകളടച്ച് കരങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് വരട്ടെ. എൻ്റെ ഈശോ, എൻ്റെ ചെയ്തികൾ നല്ലതായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നാം ദൈവ സ്നേഹത്തെ പ്രതി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അത് നന്മയായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആമേൻ.